ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഗൗതമും നിധിയും കൂടി ഗൗതമിൻ്റെ ഷർട്ടിട്ട് നിധി ആ ഷർട്ട് ഇടുമ്പോൾ ഗൗതമിന് വല്ലാത്ത സന്തോഷം തോന്നുന്നുണ്ട്. അങ്ങനെ ഗൗതം പറയുന്നുണ്ടല്ലോ, ഞാൻ ഈ ഷർട്ട് ഇട്ടിട്ടാണ് കിടന്നുറങ്ങുള്ളൂ, അങ്ങനെയെങ്കിലും നിൻ്റെ ദേഹത്തെ എനിക്ക് പറ്റാൻ കഴിഞ്ഞല്ലോ എന്നുള്ള വാക്കുകൾ പറയുമ്പോൾ നിധിക്ക് വല്ലാത്ത സന്തോഷമാവുകയാണ് കേട്ടോ. അങ്ങനെ പിന്നീട് നിധി പിറ്റേ ദിവസം രാവിലെ ആകുമ്പോൾ അമ്പലത്തിൽ പോവുകയാണ്. ആ അമ്പലത്തിൽ വെച്ച് ഒരാളെ കണ്ടുമുട്ടുന്നുണ്ട്. അതാണ് ഇനി ഗൗതമിൻ്റെ ശത്രു കേട്ടോ. പക്ഷേ അയാളാണെങ്കിലോ ആ അമ്പലത്തിൽ വരുമ്പോൾ അയാൾ പ്രാർത്ഥിക്കുന്നുണ്ട്, ഈശ്വര എനിക്ക് നഷ്ടപ്പെട്ട മകനെ എന്നിലേക്ക് തന്നെ തിരിച്ചെത്തണം, എത്ര നാളായി ഞാൻ അമ്പല ദർശനവുമായി നടക്കുന്നത്, എൻ്റെ മകനെ തിരിച്ചു കിട്ടാൻ വേണ്ടി, എന്നാൽ എനിക്കത് കിട്ടുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് സങ്കടപ്പെട്ട് കരയുമ്പോഴാണ് നിധിയെ കാണുന്നത് കേട്ടോ. പക്ഷേ നിധിക്ക് അയാൾ വേണ്ടപ്പെട്ട ആൾ തന്നെയായിരിക്കും. കാരണം നിധിയെ പണമില്ലാത്തൊരു സമയത്ത് നിധിയെ പഠിക്കാനൊക്കെ സഹായിച്ചത് ഈ പറയുന്ന ഈ ആളായിരിക്കും കേട്ടോ. അങ്ങനെ അവർ തമ്മിൽ സംസാരിക്കുന്നുണ്ട്. എൻ്റെ ഭർത്താവിനെ കാണണമെന്ന് പറയുമ്പോൾ ഇപ്പോൾ എനിക്ക് ടൈമില്ല, എന്നാലും എൻ്റെ ഭർത്താവ് ഒരു സ്പെഷ്യലാണ് എന്ന് നിധി പറയുന്നുണ്ട്. എൻ്റെ മനസ്സറിയാൻ കഴിയുന്ന നല്ലൊരു ഭർത്താവിനെയാണ് എനിക്ക് ഈശ്വരൻ തന്നത് എന്നൊക്കെ പറയുമ്പോൾ അയാൾ പറയാണ്, സമാധാനമായി, നീ ഒരു പാവം കുട്ടിയാണെന്ന് അയാൾ പറയുന്നുണ്ട് കേട്ടോ. പക്ഷെ അത് ഗൗതമിൻ്റെ ശത്രുവാണെന്ന് ഗൗതമിന് അറിയില്ല, നിധിക്കും അറിയില്ല. എന്നാൽ ഈ സമയം നിധിയാണെങ്കിലോ വീട്ടിൽ വരുമ്പോൾ ഗൗതം ഉറങ്ങുന്നതായിരിക്കൂട്ടെ കാണുക. ഇത് കാണുന്ന നിധി, എന്താ ഗൗതം ഈ കാണിക്കുന്നത്, എത്ര നാളായി ഗൗതമിനോട് പറയുന്നത് നേരത്തേക്ക് എണീക്കിടുന്നത്, എന്നിട്ടും ഉറക്കമാണോ, വാടോ താൻ എൻ്റെ അടുത്തോട്ട് വാടോ എന്ന് പറഞ്ഞിട്ട് ഗൗതം ഇങ്ങനെ വിളിക്കുമ്പോൾ നിധി അതൊന്നും പറഞ്ഞാൽ പറ്റില്ല, കോഫി കൊടുന്നു വെച്ചു ഞാൻ, ഇനി ഇപ്പം തന്നെ എണീക്കണം ഇടുന്നതെന്ന് പറഞ്ഞിട്ട് ഗൗതമിനെ ഉന്തി തള്ളി എണീപ്പിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ സമയം ഗൗതമാണെങ്കിലോ പുറത്തോട്ട് ഗൗതമിൻ്റെ എന്തോ ഒരു സാധനം എടുക്കാൻ വേണ്ടിയിട്ട് സ്റ്റാൻഡിൻ്റെ അവിടോട്ട് പോകുന്നുണ്ട്. ശരിക്കും ഇതിൻ്റെ റീമേക്കിൽ ബാത്റൂമിലോട്ടാണ് കേട്ടോ പോകുന്നത്. അങ്ങനെ അവിടെ വെച്ച് ഗൗതമിന് അങ്ങ് ഷോക്ക് ഏൽക്കുകയാണ്. നിധി അങ്ങ് തിരിഞ്ഞില്ല, അപ്പോഴേക്കും ഗൗതമിന് ഷോക്ക് ഏൽക്കുകയാണ് കേട്ടോ. അങ്ങനെ ഗൗതമിൻ്റെ അലറിൽ കേട്ടിട്ട് നിധി ഓടി വരികയാണ്. പിന്നീട് നിധി അവിടെ ഇരിക്കുന്ന ഒരു ചെയർ എടുത്ത് ഒരൊറ്റ അടി അങ്ങ് കൈമ കടിക്കുമ്പോൾ ഗൗതം അങ്ങ് ആ ഷോക്കിൽ നിന്നും വേറിടുകയാണ് കേട്ടോ. അങ്ങനെ നിധി ആണെങ്കിലോ ഗൗതമിനെ താങ്ങി പിടിച്ച് അമ്മേ അമ്മേ ആൻറ്റി ആൻറ്റി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വിളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും പാറു ഓടി വരികയാണ്. എന്താ മോളെ, എന്തിനാ നീ നിലവിളിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അവിടെ പറയാണ്, ഗൗതമിനെ ഷോക്കേറ്റി, ഗൗതം സാറിന് ഷോക്കേറ്റെന്ന് പറയണ്ട. അപ്പോഴേക്കും എൻ്റെ ഈശ്വര എന്ന് പറഞ്ഞിട്ട് ഗൗതമിനെ ഇങ്ങനെ താങ്ങി പിടിക്കുകയാണ്. അപ്പോഴേക്കും വസുന്ധര എത്തിയിട്ടോ. എൻ്റെ പൊന്നു മോനെ എന്താ പറ്റിയത് എന്നിങ്ങനെ വസുന്ധര ചോദിക്കുന്നു കേട്ടോ. അപ്പോൾ ഈ സമയം ഗൗതമിന് ഷോക്കേറ്റതാണെന്ന് നിധി പറയുന്നു കേട്ടോ. അപ്പോൾ ഇത് കേട്ട ഉടൻ തന്നെ, ഈ വാക്ക് കേട്ട ഉടൻ തന്നെ ഗൗതമിന് ഷോക്കേറ്റു എന്ന് നിധി പറഞ്ഞ ഉടൻ തന്നെ, നിന്നെ കല്യാണം കഴിച്ചിട്ട് എന്ത് കാര്യമുള്ളത്, ജാതകത്തിൻ്റെ ദോഷം തീർക്കുന്ന ആളാണ് നീ എന്ന് പറഞ്ഞിട്ട് ഇപ്പോഴതിലെന്ത് കാര്യമാണുള്ളത് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ദേഷ്യം പെടുകയാണ് കേട്ടോ. അപ്പോൾ ഈ സമയം ഇത് കേൾക്കുമ്പോൾ നിധിക്ക് വല്ലാതെ ദേഷ്യം പിടിക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയം ഗൗതമിനോട് പാറു പറയണേ, നമുക്ക് ഡോക്ടറെ അടുത്തോട്ട് പോവാം, വാ ഗൗതം നീ ഇവിടെ ഇരിക്കല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഗൗതം പറയണേ, വേണ്ട, എന്നെ കറക്റ്റ് സമയത്ത് തന്നെ നിധി രക്ഷിച്ചത് കൊണ്ട് തന്നെ എനിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല അമ്മ, പേടിക്കാനൊന്നുമില്ല എന്ന് പറയണ്ട. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ തന്നെ വസുന്ധരയ്ക്ക് ശരിക്കും ചെറുക്കടിട്ടതുപോലെ ആവുകയാണ്. അങ്ങനെ ഈ സമയം ഗൗതമിനെ ആ ഒരു ഇതിൽ നിന്ന് രക്ഷിച്ചു എന്നുള്ളതില്ല. അപ്പോൾ ഈ സമയം ആ കിട്ടിയ അവസരം വെച്ചിട്ട് എന്ത് ജാതകദോഷം തീർക്കാനാണെന്ന് പറഞ്ഞിട്ടാണ് പാറു ചേച്ചി ഇവളെ കല്യാണം കഴിച്ച ഏട്ടത്തി, ഇവളെ കല്യാണം കഴിച്ചിട്ട് എന്ത് കാര്യമാണുള്ളത്, ഒരു തവണ ശിവാനിയല്ലേ രക്ഷിച്ചത്, ഇപ്പോൾ രണ്ടാം തവണ, ഇനി എന്തെങ്കിലും 3 തവണ ഗൗതമിന് ആക്സിഡൻറ്റുകൾ കഴിഞ്ഞു, എന്നിട്ട് എന്ത് കാര്യമാണ്, ഇവളുടെ ജാതകത്തിൽ എന്ത് ചേർച്ചയാണുള്ളത്, ഇവളുടെ ജാതകം ഗൗതമിൻ്റെ ജാതകം രക്ഷിക്കുമെന്നൊക്കെ പറച്ചിലേ ഉള്ളൂ, എന്നാൽ അത് കാണുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ദേഷ്യപ്പെടുക. അപ്പോൾ പാറു പറയുന്നുണ്ട്, എന്താ ഇത്ര പറയാനുള്ളത്, എന്താണ് വസു, എന്താ രക്ഷിച്ചില്ലേ, ഗൗതമിന് പലവട്ടം മരണം മുന്നിൽ കണ്ടിട്ടും ഗൗതം ആ മരണത്തിൽ നിന്ന് രക്ഷപ്പെടുന്നത് എങ്ങനെയാണ്, അത് ഇവളുടെ ജാതകം കൊണ്ട് തന്നെയല്ലേ, എന്തിനാ വസു വെറുതെ വഴക്കുണ്ടാക്കുന്നത്. അപ്പോഴേക്കും ഗോപി, ഇനി ഇതിൻ്റെ പേരിൽ ഒരു വഴക്ക് വേണ്ട, നിർത്തിയേക്ക് എന്നിങ്ങനെ ഗോപി പറയാണ് കേട്ടോ. അങ്ങനെ ഈ വാക്കുകളൊക്കെ അങ്ങ് കേൾക്കുമ്പോൾ ശരിക്കും പറയുകയാണെന്ന് വെച്ചാൽ നന്നായി ദേഷ്യം പിടിക്കുന്നുണ്ട് നിധിക്ക്. എങ്കിലും കൂടി നിധി ആ ദേഷ്യവും വാശിയൊന്നും കാണിക്കുന്നില്ല. പിന്നീട് പാറു പറയാണ്, ഈശ്വര ഇത് എൻ്റെ അടുത്ത് പറ്റിയ തെറ്റാണ്, എൻ്റെ അടുത്താണ് ഈ തെറ്റ് പറ്റിയത്, ഞാൻ കാരണമാണ് ഇതിങ്ങനെയൊക്കെ സംഭവിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ടിങ്ങനെ നന്നായി പാറു കരയാണ്. അപ്പോൾ ഗൗതം ചോദിക്കുന്നു, അമ്മ എങ്ങനെ തെറ്റ് ചെയ്തു എന്നാണ് പറയുന്നത്, പാറു എന്താ ഇതിൽ പിഴച്ചത്, പാറു ഇതിലൊരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ, പിന്നെ എന്തിനാ വെറുതെ പാറു ഇത് വെറുതെ സങ്കടപ്പെടുന്നത്, അല്ലട മോനെ, രാവിലെ നീ ഇപ്പോൾ
രാവിലെ ഞാൻ മിക്സി ഉപയോഗിക്കുമ്പോൾ എനിക്ക് ഷോക്ക് ചെറുതായി കാണിച്ചതാണ്. പക്ഷേ ആ ഷോക്ക് ഞാൻ ശ്രദ്ധിക്കാതെയും കണ്ട് പിന്നെയും ഞാൻ ഇലക്ട്രീഷ്യനെ വിളിച്ച് വയറിങ്ങും കാര്യങ്ങളൊന്നും ചെക്ക് ചെയ്തില്ല. അതുകൊണ്ടാണ് എനിക്കിത് പറ്റിയത് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സങ്കടപ്പെട്ടിട്ട് പാറു കരയുക. അപ്പോൾ ഈ സമയം വസു അല്ലെങ്കിലും അണ്ണിക്ക് വേണ്ട സമയത്ത് ഒരു കാര്യം ചെയ്യുന്ന പരിപാടി അണ്ണിക്ക് തീരെ ഇല്ലല്ലോ, അങ്ങനെയാണല്ലോ അണ്ണിയുടെ സ്വഭാവം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ദേഷ്യപ്പെടുകയാണ് കേട്ടോ. അപ്പോൾ ഈ സമയം ഗൗതം പറയാണ് കഴിഞ്ഞത് കഴിഞ്ഞു, ഇനി ഇതിനെക്കുറിച്ച് ചർച്ച വേണ്ട, അതൊക്കെ കഴിഞ്ഞു, ഇനി വിട്ടേക്ക് എന്ന് തിരിച്ച് പറയാണ്. അങ്ങനെ അതങ്ങ് കഴിഞ്ഞു പോയിട്ടോ. എന്നാൽ ഈ സമയം പാറു പിന്നീട് ഫോൺ എടുത്ത് പെട്ടെന്ന് വരാൻ വേണ്ടി പറയാണ്. പെട്ടെന്ന് വാ, ഇനി നേരം വൈകിക്കരുത് എന്ന് ജോത്സ്യനോട് വിളിച്ച് പറയാം. അപ്പോൾ ജോത്സ്യൻ ചോദിക്കുകയാണ് എന്താ പ്രശ്നം, അതിന് മാത്രം എന്താ പ്രശ്നം എന്ന് ചോദിക്കുന്നത്. അപ്പോൾ തന്നെ പറയാണ് ഗൗതമിന് ഇന്ന് ഷോക്ക് ഏറ്റിരിക്കുന്നു, ജാതകം ഒന്ന് നോക്കണമെന്ന് പറയണം. അപ്പോഴേക്കും ജോത്സ്യൻ വീട്ടിലെത്തിയിട്ടോ. അങ്ങനെ ജോത്സ്യൻ കബഡിയൊക്കെ നിരത്തി ജാതകമൊക്കെ ഇങ്ങനെ നോക്കുന്ന സമയത്ത് പെട്ടെന്ന് അങ്ങ് ദേഷ്യം പിടിക്കുകയാണ് ജോത്സ്യൻ കേട്ടോ. അപ്പോൾ എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് എന്നിങ്ങനെ പാറു ചോദിക്കുമ്പോൾ പറയണേ അത് നിങ്ങളോട് ഞാൻ ശാന്തി മുഹൂർത്തം നടത്താൻ പറഞ്ഞിട്ട് നിങ്ങൾ നടത്തിയോ? ഇല്ല. എന്നാ എങ്ങനെ വഴുകിക്കൊണ്ട് പോകുന്നത്? ഇതുകൊണ്ടാണ് ഇവിടെ ഈ പ്രശ്നം വന്നത് എന്നുള്ള ആ സത്യം അങ്ങ് പറയാണ്. ശാന്തി മുഹൂർത്തം കൊണ്ട് ഒരു പങ്കുചേരൽ എന്നല്ല, ഈ ഗൗതമിൻ്റെ ജീവ രക്ഷപ്പെടുത്തും, അതായത് നിധിയുടെ ജാതകം രക്ഷയായി വരും എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ചെയ്തത് ഞാൻ പറഞ്ഞ ആ ഡേറ്റിന് എന്നെ പെട്ടെന്ന് ചെയ്യണം എന്ന് പറയുമ്പോൾ അവിടെ വസുന്ധര ഇടപെടുകയാണ്. അങ്ങനെ പെട്ടെന്ന് നടക്കില്ല, ഇപ്പോഴിവിടെ നടക്കില്ല. അപ്പോൾ ശിവാനിക്ക് ദേഷ്യം പിടിക്കാനായിട്ടോ. ഡീറ്റെയിലായി ഞാൻ അന്നത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു. അപ്പോൾ ശിവാനിക്ക് ഇങ്ങനെ ദേഷ്യം പിടിച്ച് ശിവാനി ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ വസുവിനെ ഇങ്ങനെ തട്ടാണ് ശിവാനി. അപ്പോൾ എൻ്റെ പ്ലാനുകളെല്ലാം പോവുകയാണല്ലേ ഈശ്വര എന്നുള്ള ലെവലിൽ വസുവിനെ ഇങ്ങനെ തട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയം വസുന്ധര അങ്ങനെ നടക്കില്ല, ഒരിക്കലും നടക്കാത്ത കാര്യമാണ് നിങ്ങൾ ഈ പറയുന്നത്, ഒരിക്കലും നടക്കില്ല എന്ന് പറയട്ടോ. അപ്പോൾ ഇത് കേട്ട ഉടൻ തന്നെ ജാതകം പൊരുത്തം മാറാനല്ലേ ഇത് ചെയ്യുന്നത്, അങ്ങനെ ജാതക പൊരുത്തം എന്ന് പറയട്ടെ എത്രാമത്തെ തവണയാണ് ഗൗതമിന് ഇങ്ങനെ ഓരോരോ അപായങ്ങൾ ഉണ്ടാവുന്നത്, എന്നിട്ടിപ്പോൾ എന്താ അതിൽ കാര്യമുള്ളത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ദേഷ്യം പിടിക്കുകയാണ് വസുന്ധര. അപ്പോൾ ഇതോട് കൂടിയിട്ട് എന്തായാലും ആ പൊരുത്തക്കേടുകൾ അങ്ങ് മാറുമെന്ന് പറയാനായിട്ടാ. അങ്ങനെ ഇത് കേൾക്കുമ്പോൾ ജോത്സ്യൻ അത് പറഞ്ഞിട്ട് അങ്ങ് പോയി കേട്ടോ. ഇതേ സമയം ഇങ്ങനെ ഈ ഒരു ശാന്തി മുഹൂർത്തത്തിൻ്റെ ഡേറ്റൊക്കെ ആദ്യം ഫിക്സ് ചെയ്തിട്ട് എന്തുകൊണ്ട് നിധി ഇനി എന്നിൽ നിന്ന് മറച്ചു വെച്ചു എന്ന് പറയണം കേട്ടോ. വസു അന്ന് ഫംഗ്ഷൻ്റെ അന്നാണ് ഈ പരിപാടി, അപ്പോൾ അതത്ര കാര്യമാക്കണ്ട, അന്ന് ഇവരുടെ ശാന്തി മുഹൂർത്തം ഞാൻ നടത്താമെന്നാണ് തീരുമാനിച്ചിരിക്കുന്നത്, ഇനി ഇത്ര കാര്യമാക്കേണ്ട വസു, അതിന് മാത്രം പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല, ഇനി ഇത് ഇത്ര കാര്യമാക്കണ്ട എന്ന് പറയുമ്പോൾ നിധിയോട് അങ്ങ് ദേഷ്യപ്പെടുക കേട്ടോ. നീ ആരാ എൻ്റെ മോൻ്റെ കാര്യത്തിൽ ഇടപെടാൻ? അപ്പം നിധി ചോദിക്കുക നിങ്ങളാരാ ഗൗതമിൻ്റെ കാര്യത്തിൽ ഇടപെടാൻ? ഗൗതമിൻ്റെ അമ്മയല്ലേ ഇപ്പോൾ ഈ ശാന്തി മുഹൂർത്തത്തിന് ജോത്സ്യനും ഞങ്ങളും തമ്മിൽ കുറിച്ച് വന്നത്, നിങ്ങൾക്ക് എന്താ അപ്പോൾ ഇതിൽ ഇത്ര വല്ലാത്ത കാര്യം? നിങ്ങൾ ഗൗതമിൻ്റെ അമ്മയൊന്നുമല്ലല്ലോ ഇത്ര വല്ലാതെ സംസാരിക്കാൻ എന്ന് വസുന്ധരയോട് പറയുമ്പോൾ വസുന്ധര പറയാണ് ഞാൻ ഗൗതമിൻ്റെ അമ്മ തന്നെയാണ് എന്ന് പറയുമ്പോൾ നിധി പറയാണ് പ്രസവിച്ച അമ്മ ഒന്നല്ലല്ലോ, ഞാൻ പ്രസവിച്ച അമ്മ തന്നെയാണ് എന്നങ്ങോട്ട് ശബ്ദിച്ച് പെറ്റമ്മയേക്കാൾ വലുതാണ് ഞാനെന്ന് പറഞ്ഞിട്ട് അങ്ങ് ശബ്ദിക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് തെളിവാണ് അതിനുള്ളത് എന്ന് നിധി ചോദിക്കുകയാണ്. അതിലങ്ങ് വസുന്ധര മുട്ടുകുത്തി പോവാണ് കേട്ടോ.